അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചേരുന്നു. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാനിപ്പോൾ റഷീദിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ നാഷണൽ ഹെറാൾഡിനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. അങ്ങനെ ആ ഒരു സ്ഥാപനം AJL എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുക്കുന്നു. അതുവരെ നമുക്ക് അതിനൊരു ന്യായീകരണം കണ്ടെത്താൻ കഴിയും. അതിനുശേഷം ഇവരെന്ത് ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തു? നാഷണൽ ഹെറാൾഡിൻ്റെ പുനഃപ്രസിദ്ധീകരണത്തിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള നവീകരണത്തിനോ ഇവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നൊന്ന് വിശദമാക്കിയാൽ ഈ പറയുന്ന അവരുടെ ഭാഗം, സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ ഭാഗം വ്യക്തമാവുകയില്ലേ? പക്ഷെ അത്തരമൊരു വിശദീകരണത്തിന് കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതിന്റെ നിയമപരമായ വസ്തുത മറ്റൊരു തരത്തിലാണ് കാണേണ്ടത്. അതായത് യങ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം കോൺഗ്രസ് പാർട്ടിയുടേതല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അതിൽ യാതൊരു ബന്ധവുമില്ല. കോൺഗ്രസുകാരായിട്ടുള്ള സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും 76% ഓഹരിയുള്ള ഒരു കമ്പനി പുതുതായിട്ട് 2010 ആരംഭിക്കുന്നു. അതിൽ അവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ബാല്യക്കാരൊപ്പം നിൽക്കുന്ന 2-3 കോൺഗ്രസ് നേതാക്കന്മാരും ഉണ്ട്. ഇത്രേ ഉള്ളൂ കാര്യം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായ കുറ്റപത്രം ദില്ലിയിൽ സമർപ്പിച്ചു. ഇന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം വിവിധ കേന്ദ്രങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ED ഓഫീസുകളിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് കൃത്യമായ ഒരു വിശദീകരണം ഇപ്പോഴും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിൽ ജയറാം രമേശിനെ പോലെ 1-2 നേതാക്കൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിന് തയ്യാറായിട്ടുള്ളത്. അവരുടെ പ്രതികരണമാകട്ടെ ED രാഷ്ട്രീയപരമായ നിലപാട് സ്വീകരിക്കുകയാണ്. രാഷ്ട്രീയ വൈരാഗ്യത്തോടു കൂടിയ സമീപനം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായി സ്വീകരിക്കുന്നു എന്നുള്ള നിലപാട് മാത്രമാണ് അവർക്ക് പറയാൻ കഴിയുന്നത്. അനിൽകുമാർ തുടരുന്നു. അനിൽകുമാർ, 2010 യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടാക്കിയതിൽ കോൺഗ്രസിന്റെ പങ്കുമില്ല. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും 76% ഓഹരിയുണ്ട്. അവരുടെ കുടുംബത്തോടൊപ്പം വയ്ക്കുന്ന 3 കോൺഗ്രസുകാർക്കും ബാക്കി ഓഹരിയുണ്ട്. ആ സ്ഥാപനം കോൺഗ്രസ് പാർട്ടിയുടേതല്ല, ഇന്നും കോൺഗ്രസ് പാർട്ടിയുടെ സ്വത്തല്ല. 2, ആ സ്വത്ത് ആ യങ് ഇന്ത്യ എന്നുള്ള ലിമിറ്റഡിന് 5 ലക്ഷം രൂപയായിരുന്നു അതിന്റെ യഥാർത്ഥത്തിലുള്ള ഇവരുടെ ആകെ ഓഹരി മൂലധനം. ആ സ്ഥാപനം 90 ലക്ഷം രൂപ കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ട് ഉപയോഗിച്ച് AJL എന്ന് പറയുന്ന നാഷണൽ ഹെറാൾഡിന്റെ ആ സ്ഥാപനത്തെ വിലയ്ക്ക് വാങ്ങുന്നു. അല്ലെങ്കിൽ അതിന്റെ കടം വീട്ടാൻ വേണ്ടി പണം കൊടുക്കുന്നു. കൊടുത്തതിനു ശേഷം സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ ഓഹരി വില 40 ലക്ഷം രൂപ കണക്കാക്കിയിട്ട് 50 ലക്ഷം രൂപ കണക്കാക്കിയിട്ട് ഇതിന്റെ സിംഹഭാഗ ഓഹരി ഇവർ കൈപ്പറ്റുന്നു. ഇതിലൂടെ എന്താ സംഭവിച്ചത്? 5000-ഓളം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പണം ഉപയോഗിച്ച് 1938 ഉണ്ടാക്കിയ ഒരു സ്വാതന്ത്ര്യ സമര പാരമ്പര്യമുള്ള കമ്പനി ഒന്നാകെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സ്വകാര്യ സ്വത്തായി മാറി. കോൺഗ്രസ് പാർട്ടിയുടെ 90 കോടി രൂപ ഇതിനായിട്ട് ദുരുപയോഗിക്കപ്പെട്ടു. ഇത്രയും വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ കോൺഗ്രസുകാരുടെ സമരം എന്താണ്? ഞങ്ങളുടെ പണം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മോഷ്ടിച്ച് അവരുടെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയത് വിഴുങ്ങിയാൽ നിങ്ങൾക്കെന്താണ് ED? നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ED ചോദിക്കുന്നു വേണ്ടിയോ എന്നുള്ള വേറൊരു കാര്യം. പക്ഷെ കേരളത്തിലെ അടക്കമുള്ള ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെ കടന്നാക്രമിക്കാൻ BJPക്കൊപ്പം ഏതറ്റം വരെയും പോകുന്ന കോൺഗ്രസുകാർക്ക് ഇനി അവർക്ക് അധികം വർത്തമാനം പറയാൻ കഴിയാതെ തൊണ്ടയിൽ മുള്ളു കുരുങ്ങിയ അവസ്ഥയിലാണ്. ED ഓഫീസിൽ പോയിട്ട് എന്താണ് ഇന്നത്തെ മുദ്രാവാക്യം? ED മൂർദാബാദ്. ഇന്നലെ എന്തായിരുന്നു മുദ്രാവാക്യം? പിണറായി വിജയന്റെ മകളെ പിടിക്കാൻ പോകുന്ന ED സിന്ദാബാദ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ മകളെ നിയമവിരുദ്ധമായി കടന്നാക്രമിക്കുന്ന EDക്ക് സിന്ദാബാദ് വിളിച്ചവർ തന്നെ ഇന്ന് EDയുടെ ഓഫീസിൽ പോയി എതിർ സത്യാഗ്രഹം നടത്തുകയാണ്. അതുകൊണ്ട് കോൺഗ്രസുകാർ ED ഓഫീസിൽ താമസിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം എപ്പോഴാണ് എന്തായാലും മുദ്രാവാക്യം വിളിക്കണം എന്ന് ഉറപ്പാണ്. EDക്ക് വേണ്ടിയാണോ EDക്കെതിരാണോ മുദ്രാവാക്യം വിളിക്കേണ്ടതെന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. പാട്ട് വെക്കുന്ന പോലെ, റെക്കോർഡ് ഇടുന്നത് പോലെ ഒരു ദിവസം EDക്ക് അനുകൂലമായി, പിറ്റേ ദിവസം EDക്കെതിരായി. ഇത്രയും ഗതികെട്ടൊരു പാർട്ടി ഇന്ത്യ രാജ്യത്തുണ്ടോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ, ഈ സമരത്തിന് പോകുന്ന കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കണം, നിങ്ങൾക്ക് അവകാശപ്പെട്ട നിങ്ങളുടെ പാർട്ടിയെ കബളിപ്പിച്ചതിനാണ് നിങ്ങളുടെ നേതാക്കന്മാർ ഉത്തരം പറയേണ്ടി വന്നിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ പറ്റിച്ച കേസാണിത്. ഈ സമരത്തിന് പോകുന്ന ഓരോ കോൺഗ്രസുകാരനും മനസ്സിലാക്കണം, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയെ വഞ്ചിച്ചിരിക്കുന്നു. അതാണ് കേസ്. SFIയുമായി ബന്ധപ്പെട്ട് വളരെ പുച്ഛത്തോടു കൂടി കഴിഞ്ഞ ദിവസം സംസാരിച്ച KC വേണുഗോപാലിൻ്റെ ഒരു പ്രസ്താവന ഞാൻ താങ്കളോട് പറയാം.
നാഷണൽ ഹെറാൾഡ് കേസ് രാഷ്ട്രീയ പ്രേരിതവും കെട്ടിച്ചമച്ചതുമാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പ്രതിപക്ഷ ശബ്ദങ്ങളെ ഭീഷണിപ്പെടുത്താനും നിശബ്ദമാക്കാനുമുള്ള BJPയുടെ രാഷ്ട്രീയ വേട്ടയാടലാണെന്നും KC വേണുഗോപാൽ പറയുന്നു. അതേസമയം SFIOയുമായി ബന്ധപ്പെട്ട കുറ്റപത്രമോ അതുമായി ബന്ധപ്പെട്ട സമൻസോ ഒക്കെ വരുമ്പോൾ അത് പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. പിണറായി വിജയൻ രാജിവെക്കണം, അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഒരുപാട് ഉന്നയിച്ച ആളാണ് KC വേണുഗോപാൽ. അവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണ്? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി നടത്തിയ 1,72,00,000 രൂപയുടെ ട്രാൻസാക്ഷൻ അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. അവരുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ അതിലുണ്ട്, അവർ ടാക്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ് നാഷണൽ ഹെറാൾഡ് കേസ്? ഇന്ത്യ ലിമിറ്റഡിൽ 76% ഓഹരിയുള്ള രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അവര് കൊടുത്ത ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റിൽ ഇത് വരുന്നില്ല. കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഇത് വരുന്നില്ല. 2010 ഇത് സ്വന്തമാക്കിയ ശേഷം ഈ പണത്തിന്റെ ഒരു ട്രാൻസാക്ഷനും കോൺഗ്രസ് പാർട്ടിയോ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിട്ടില്ല എങ്കിൽ അതിനർത്ഥം എന്താണ്? കള്ളപ്പണമാണ്, കള്ള ഇടപാടാണ്, നിയമവിരുദ്ധമായ ഇടപാടാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ടാക്സ് കൊടുത്ത് നടന്ന ഇടപാടെന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിലൂടെയാണ്. ഇത് രണ്ടും കണ്ടല്ലേ? അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസുകാർക്ക് പ്രസംഗിച്ച് നടക്കാം. രാഹുൽ ഗാന്ധി എന്ന് പ്രസംഗിക്കും. ED കേസിൽ കുറ്റപത്രം വാങ്ങിച്ച് കിട്ടിയ അമ്മയും മകനും എന്ന് പ്രസംഗിക്കും. പിന്നെ പ്രിയങ്ക ഗാന്ധി ഉണ്ടല്ലോ, വദ്രയുടെ ഭർത്താവ്, ഭാര്യ റോബർട്ട് വദ്രയുടെ ഭാര്യ, ഇവരെല്ലാം ഒന്ന് എന്താ പ്രസംഗിക്കാൻ പോണത്? ബാങ്ക് അക്കൗണ്ടിലൂടെ നിയമാനുസൃതം ബിസിനസ് നടത്തിയിട്ടുള്ള ഒരു സ്ത്രീക്കെതിരായി SFIO എന്ന് പറയുന്ന ഒരു സംഘത്തെ കൊണ്ട് ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുപ്പിച്ചിരിക്കുന്നു. മറ്റൊരു കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. മാധ്യമങ്ങൾ മനസ്സിലാക്കണം, കുറ്റപത്രമാണ് സോണിയാഗാന്ധിക്കെതിരെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കുമെതിരെ. ED കുറ്റപത്രം കൊടുത്ത് ഏതെങ്കിലും പ്രതി ജയിലിൽ കിടക്കാതെ പോയിട്ടുണ്ടോ? ED കുറ്റപത്രം കൊടുത്ത 2 പ്രതികൾ ജയിലിൽ കിടക്കാതെ പോയി. ഒരു പ്രതി സോണിയാഗാന്ധി, മറ്റൊന്ന് രാഹുൽ ഗാന്ധി. എന്തുകൊണ്ട്? BJPക്ക് ഇവരെയാണ് ഇഷ്ടം. സോണിയാഗാന്ധി തലപ്പത്തുണ്ടായാൽ, രാഹുൽ ഗാന്ധി തലപ്പത്തുണ്ടായാൽ ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യം. ഇതാണ് BJPയുടെ വാദം. ഇത് കോൺഗ്രസുകാർ മനസ്സിലാക്കണം. ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല. ഇന്ന് റോബർട്ട് വാദ്രയെ വീണ്ടും ED ചോദ്യം ചെയ്യുകയാണ്. ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കുടുംബം മുഴുവൻ ED ഓഫീസിൽ ഇങ്ങനെ നിരന്തരമായി കയറുകയാണ്. എന്നിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ ഗാന്ധി വന്ന് കേരളത്തിൽ പ്രസംഗിച്ചത്. എന്തുകൊണ്ട് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നത് അനിൽകുമാർ. നവഫാസിസം നടപ്പാക്കുന്ന പരുവപ്പെടുത്തലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതാക്കന്മാരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് ജയിലിലൊക്കെ അടച്ചു കഴിഞ്ഞാൽ അത് ഫാസിസത്തിന്റെ വല്ലാത്ത മുഖമായി ലോകം ദർശിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? പൂച്ച എലിയിട്ട് കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എലിക്ക് മരണവേദന, പൂച്ചയ്ക്ക് തമാശ എന്ന് പറയുന്ന പോലെ EDയും ഒക്കെ ഉപയോഗിച്ച് മൂതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറ്റപത്രം കൊടുക്കാതെ 120 കോടി രൂപയാണ് BJPക്കാർ വിഴിഞ്ഞത് DLF-ന്ന്. ഈ റോബർട്ട് വദ്രയോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ DLF കമ്പനിയിൽ നിന്ന് 170 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച മാന്യന്മാരാണ് BJP എന്ന് പറയുന്ന പാർട്ടി. നാണം കെട്ടവര്. അതുകൊണ്ട് നാണം കെട്ടവരുടെ മഹാസമ്മേളനമാണ് കോൺഗ്രസും BJP എല്ലാം കൂടെ ഇന്ത്യൻ രാഷ്ട്രീയ 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയ വീരന്മാരാണ്, കൊള്ളക്കാരാണ്. ആ കൊള്ളക്കാരാണ് ഈ കോലാഹലം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മോദിയുടെ ED അല്ലെങ്കിൽ EDയുടെ മോദിയും കോൺഗ്രസും എല്ലാം കൂടെ ഒരുമിച്ച് ഒത്തുകൂടുമ്പോൾ ഇത് കൂട്ടുകച്ചവടമാണ്. ഇത് കൂട്ടുകച്ചവടം തുറന്നു കാട്ടുന്ന, ഭൂഷ രാഷ്ട്രീയം തുറന്നു കാട്ടുന്ന സംഭവങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അനിൽകുമാർ, ഒരു കാര്യം കൂടി, ഈ റോബർട്ട് വാദ്രയുടെയും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കേസും SFIOയുമായി ബന്ധപ്പെട്ട കേസും ഏതാണ്ട് സാമാന്യവൽക്കരിക്കാനുള്ള വലിയൊരു പരിശ്രമം കൂടി നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. സാമാന്യവൽക്കരിച്ചായിരുന്നു, സാമാന്യവൽക്കരിക്കപ്പെട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കള്ളപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണം, SFI അന്വേഷിക്കുന്ന CMRന്റെ ഇടപാടിനകത്ത് കള്ളപ്പണം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒക്കെ രൊക്കം പണമായി അവിടുന്ന് കടത്തിക്കൊണ്ടുപോയ പണത്തിന് കള്ളപ്പണം എന്ന് പറയും. മണി ലോണ്ടറിംഗ് നിയമത്തിന്റെ കള്ളപ്പണത്തിൽ പറയും. മുഖ്യമന്ത്രിയുടെ മകൾ കരാറുടമ്പടി പ്രകാരം അവരുടെ സേവനത്തിന്റെ ഭാഗമായി 3 കൊല്ലക്കാലം കൊണ്ട് പ്രതിമാസം കൈപ്പറ്റുകയും സേവനം നൽകുകയും ചെയ്തിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഇൻകം ടാക്സ് കൊടുക്കുകയും സേവന നികുതി കൊടുക്കുകയും അതുപോലെ തന്നെ GST അടയ്ക്കുകയും ചെയ്തു എന്നതുകൊണ്ട് അത് കൃത്യമായും രേഖാപരമായ പണമാണ്. 2 കമ്പനികൾക്കിടയിൽ സേവനമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ EDക്ക് അധികാരമില്ല. പിന്നെ സേവനം കിട്ടി എന്നുള്ളത് ഈ കമ്പനി, 1-ാം പ്രതി കമ്പനി പറയുന്നു ഞങ്ങൾക്ക് സേവനം കിട്ടി, 11-ാം പ്രതി സേവനം തന്നു എന്ന് 1-ാം പ്രതി കമ്പനി പറയുന്നു.
സേവനം തന്നു എന്ന കുറ്റത്തിന് ഒന്നാം പ്രതിയായ ശശിധരൻ കർത്തയെ പ്രതിയാക്കി ശിക്ഷിക്കുന്നു. എന്തിനാണ് ശിക്ഷിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ മകളിൽ നിന്നും ആ കമ്പനിയിൽ നിന്നും സേവനം കിട്ടിയെന്ന് അപകടിച്ചു കൊടുത്തതിനാണ് ശശിധരൻ കർത്തയെ ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശശിധരൻ കർത്തയുടെ കമ്പനിയെ വീണ വിജയൻ പറ്റിച്ചതാണല്ലോ കുറ്റാരോപണം. അങ്ങനെയാണ് രണ്ടുപേരുടെ പ്രതിയാവും. കബളിപ്പിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന ആളും കബളിപ്പിച്ചയാളും പ്രതിയാകും. അപ്പൊ ശശിധരൻ കർത്തയെ പ്രതിയാക്കിയിരിക്കുന്നതിനാ? പ്രതിയാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി അയാൾ മൊഴി കൊടുത്തില്ല, അതിനയാളെ വേട്ടയാടുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. നന്ദി അനിൽകുമാർ പ്രതികരിച്ചതിന്.